അതിദാരിദ്ര്യം കേരളത്തിൽ രൂക്ഷമാണ്. മുഖ്യമന്ത്രി തന്നെയാണ് ഇത് സമ്മതിച്ചിരിക്കുന്നത്. 66,000-ലധികം കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ അംഗങ്ങളുണ്ട്. 66,000-ലധികം കുടുംബങ്ങൾ കേരളത്തിൽ ഇന്നും അതിദാരിദ്ര്യത്തിലാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ പറയുന്നു. അദ്ദേഹം എന്നിട്ട് പറയുന്നു 2025 ആകുമ്പോഴത്തേക്കും അവരെയൊക്കെ മുഖ്യധാരയിൽ കൊണ്ടുവരും, അതിദാരിദ്ര്യമൊക്കെ മാറ്റും. ഇത് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന പ്രഖ്യാപനമാണ്. ഈ അതിദാരിദ്ര്യം കേരളത്തിൽ ഇല്ലാതാക്കുമെന്നൊക്കെ. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും അതിദാരിദ്ര്യം ഇന്നും ഉള്ളത്? പണ്ട് കേരളത്തിൽ ലക്ഷം വീട് പദ്ധതി എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഭൂപരിഷ്കരണം നടത്തി എല്ലാവർക്കും ഭൂമി നൽകുന്ന പരിപാടി, മിച്ചഭൂമി വിതരണം, പട്ടയദാനം, ഇതൊക്കെ നടത്തി. ഇതെല്ലാം എന്തിനായിരുന്നു? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. എന്നിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടന്നോ? 90കളുടെ ആരംഭത്തിൽ നമുക്കിവിടെ CDS, കുടുംബശ്രീ, KHDP എന്നൊക്കെയുള്ള കുറേയധികം പദ്ധതികൾ നടപ്പാക്കി. അതെല്ലാം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി തന്നെയായിരുന്നു. എന്നിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടന്നോ? 2000 ആണ്ടായൊക്കെ ആയപ്പോഴത്തേനും തൊഴിലുറപ്പ് പദ്ധതി, അതിനുശേഷം തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്ന വലിയൊരു പദ്ധതി കേന്ദ്ര ഗവൺമെന്റിന്റെ വന്നു. അത് കേരളത്തിൽ നടപ്പാക്കി, എല്ലാ പഞ്ചായത്തുകളിലും നടപ്പാക്കുന്നുണ്ട്. എന്നിട്ട് ദാരിദ്ര്യം ഇന്നും അതിദാരിദ്ര്യം 66,000 കുടുംബങ്ങൾ. പിന്നീട് അതിനുശേഷം ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് കുറെ മിഷനുകൾ വീണ്ടും വന്നു. എന്നിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടന്നു. ഇത് പ്രത്യേക കാര്യങ്ങളല്ലാതെ തന്നെ നമുക്ക് സഹകരണ പ്രസ്ഥാനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. എല്ലാ മേഖലകൾക്കും സഹകരണ പ്രസ്ഥാനങ്ങളുണ്ട്, കൃഷിഭവനുകളുണ്ട്, കൃഷിക്കാർ ദാരിദ്ര്യത്തിൽ പോകാതിരിക്കാൻ വേണ്ടി. അതുപോലെ മാവേലി സ്റ്റോറുകളുണ്ട്, സർക്കാർ ആശുപത്രികളുണ്ട്, സർക്കാർ സ്കൂളുകളുണ്ട്, സൗജന്യ വിദ്യാഭ്യാസമുണ്ട്. എന്തെല്ലാം പ്രത്യേക കമ്മീഷനുകളും പദ്ധതികളും, അത് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിന്റെ അവരുത്തിരിക്കാൻ വേണ്ടി, ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക പദ്ധതികൾ, അങ്ങനെ പല പദ്ധതികൾ വേറെയുമുണ്ട്. എന്നിട്ടും എവിടെ നമ്മൾ എത്തിയെന്ന് നോക്കിയാൽ 66,000 കുടുംബങ്ങൾ ഇന്നും കേരളത്തിൽ അതിദാരിദ്ര്യത്തിലാണ്. അപ്പോൾ പഴയ ലക്ഷം വീട് പദ്ധതിയും ഭൂപരിഷ്കരണവും കുടുംബശ്രീയും തൊഴിലുറപ്പ് പദ്ധതിയും മാവേലി സ്റ്റോറും സഹകരണ പ്രസ്ഥാനവും കൃഷിഭവനുകളും ഒക്കെ എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിൽ ഇന്നും ഈ 66,000 കുടുംബങ്ങളെ എത്തിച്ചു നിർത്തിയിരിക്കുന്നു? 90കളുടെ ആദ്യത്തിൽ നമ്മുടെ നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത്, മൻമോഹൻ സിംഗ് ധനമന്ത്രിയായിരുന്ന സമയത്ത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്ന കാര്യങ്ങൾ ഇന്ത്യയിൽ തുടങ്ങി. ഇപ്പൊ 30 വർഷം കഴിഞ്ഞു. മൻമോഹൻ സിംഗ് തുടങ്ങിയതാണ്, കോൺഗ്രസ് സർക്കാർ തുടങ്ങിയതാണ് സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. അതുപോലെ ഈ പ്രൈവറ്റ് ആയിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുക, അങ്ങനെയുള്ള ലിബറലൈസ് ആയിട്ടുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി. ഈ 30 വർഷം കഴിഞ്ഞിട്ട് കേരളത്തിൽ ഈ മൻമോഹൻ സിംഗ് തുടങ്ങിയ ആ ഒരു സ്വകാര്യവൽക്കരണവും ഉദാരവൽക്കരണവും ഗ്ലോബലൈസേഷൻ കൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും മെച്ചമുണ്ടായോ? എത്ര പുതിയ സംരംഭകർ ഒരു ആഗോള ലെവലിൽ നമുക്കിവിടെ വളർന്നു വന്നു? സംരംഭകർ, അല്ലെ എന്തെങ്കിലും ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നവർ. അല്ലാതെ നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന വലിയ വലിയ മഹാന്മാരെ, കച്ചവടക്കാരെ പോലെ അല്ല. വേറെ ഏതെങ്കിലും സ്ഥലത്തുണ്ടാക്കുന്ന സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കൂടിയ വിലയ്ക്ക് ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്ന വെറും സാധാ കച്ചവടക്കാരെ അല്ല. കച്ചവടക്കാർ കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്, അവർ വലിയ വലിയ മഹാന്മാരായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അവർ ഉൽപ്പാദിപ്പിച്ച് ഈ മൻമോഹൻ സിംഗ് സ്വപ്നം കണ്ട, നരസിംഹറാവു കോൺഗ്രസ് ഗവൺമെന്റ് സ്വപ്നം കണ്ട ആ ഒരു സംരംഭകത്വം അല്ല അവർ ചെയ്യുന്നത്. അവർ ഒരു കച്ചവടക്കാരാണ്. ഈ ഉൽപാദനം എന്ന് പറയുന്നതാണ് നമുക്ക് അത്യാവശ്യം. ആ ഉൽപാദനം നടന്നാലാണ് കൂടുതൽ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള മെച്ചവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകത്തുള്ളൂ. കഴിഞ്ഞ 30 വർഷമായിട്ട് എന്ത് ഉൽപാദന പ്രക്രിയയാണ് കേരളത്തിൽ നമ്മളെ ഒരു ഈ ദാരിദ്ര്യമില്ലാതാക്കാൻ വേണ്ടിയിട്ടും, അതുപോലെ എല്ലാവർക്കും കൂടുതൽ ഒരു സാമ്പത്തിക ഉന്നമനം ഉണ്ടാകാൻ വേണ്ടിയും, അങ്ങനെ കടക്കണിയിലാകാതിരിക്കാനും ഒക്കെയുള്ള, നമ്മൾ കടക്കണിയിലായതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ 66,000 കുടുംബങ്ങൾക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള പണമില്ലാതെ വന്നത്. അപ്പോൾ അത് മൻമോഹൻ സിംഗ് തുടങ്ങിയ ഉദാരവൽക്കരണത്തിന്റെ ഗുണഫലങ്ങൾ കേരളത്തിൽ മനുഷ്യർ അത് ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 30 വർഷം ഇവിടെ ഉണ്ടായിരുന്ന LDF, UDF സർക്കാരുകൾ അതിന് നേതൃത്വം കൊടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു 66,000 അതിദാരിദ്ര്യ സിറ്റുവേഷൻ ഇന്നിവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ അതിദാരിദ്ര്യ സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലും ആ നൂറ്റാണ്ടിൻ്റെ മുമ്പിലുമൊക്കെ
കാൾ മാർക്സ് ഒരു പുസ്തകം എഴുതുന്നു. അദ്ദേഹം ഒരു ദരിദ്രനായിട്ട് ജീവിച്ചു. അദ്ദേഹത്തെ പറ്റി പറയാറുണ്ട്, അദ്ദേഹം ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയെങ്കിൽ അദ്ദേഹത്തിന് ക്യാപിറ്റൽ ഉണ്ടാക്കുന്ന എങ്ങനെയെന്ന് പുള്ളിക്ക് അറിഞ്ഞുകൂടാ. ക്യാപിറ്റൽ ഉണ്ടാക്കാൻ പുള്ളിക്ക് അതിനുള്ള കഴിവില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ക്യാപിറ്റൽ ഉണ്ടാക്കാൻ കഴിവില്ലാത്ത ഒരാൾ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ പേരിൽ ദാരിദ്ര്യത്തിൽ ജീവിച്ച് ദാരിദ്ര്യത്തിൽ മരിച്ച ഒരാൾ എഴുതിയ പുസ്തകത്തിലെ ചില വികലമായ ആശയങ്ങൾ, അത് ഇംഗ്ലണ്ടിൽ അദ്ദേഹം അങ്ങനെ എഴുതി. പക്ഷെ അത് ഇവിടെ നമ്മുടെ സ്റ്റഡി ക്ലാസ്സുകളിലൊക്കെ നമ്മളെ പഠിപ്പിച്ച്, മനുഷ്യരെയൊക്കെ പഠിപ്പിച്ച് നമ്മളെ മാനസികമായിട്ട് അവരെ ഒരു 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 വ്യതിചലിച്ച് വേറൊരു ലോകത്ത് കൊണ്ടുപോയി എത്തിച്ച്, അത് ആണ് പ്രധാന ഒരു കാരണം. അങ്ങനെ സ്റ്റഡി ക്ലാസ്സുകളിൽ കൂടി ഈ പഴയ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്ന ഇംഗ്ലണ്ടിലെ ഒരു ക്യാപിറ്റൽ ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരാൾ ക്യാപിറ്റൽ എന്നുള്ള പുസ്തകമൊക്കെ എഴുതി ദാരിദ്ര്യത്തിൽ ജീവിച്ച് ദാരിദ്ര്യത്തിൽ മരിച്ച് അങ്ങനെ എല്ലാവരെയും ദരിദ്രരാക്കുന്ന ആ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സുകളിലേക്ക് സ്റ്റഡി ക്ലാസ്സുകൾ കൂടി എത്തിച്ചത് ആണ് പ്രധാന ഒരു കാരണം. പക്ഷെ അതിൽ കൂടി ദാരിദ്ര്യം പ്രസംഗിച്ച് എല്ലാവരും ദരിദ്രരാകുന്നതാണ് നല്ലതെന്നൊക്കെ പ്രസംഗിച്ച് കുറേ ബസ്സിന് കല്ലെറിഞ്ഞും സ്ഥാപനങ്ങളെ പൂട്ടിച്ചും സ്ഥാപനങ്ങളെ നശിപ്പിച്ചും ഒക്കെ നേതാക്കന്മാരായ കുറേ പേര് വലിച്ചുന്നുണ്ട്. അത് വേറെ കാര്യം. ആ നേതാക്കന്മാർക്ക് കൊള്ളാം, അവർ പണക്കാരായി, അവർക്ക് ക്യാപിറ്റൽ ഉണ്ടായി. പക്ഷേ സാധാരണ ജനങ്ങൾ ഇന്നും അതിദാരിദ്ര്യത്തിൽ തന്നെ കഴിയുന്നു എന്നുള്ളത് ഈ ക്യാപിറ്റലുള്ള മുഖ്യമന്ത്രി ഇപ്പോഴും പ്രസംഗിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയൊരു വിപത്ത്. ഈ പ്രസംഗം കൊണ്ട് എന്തുണ്ടായി? നമ്മുടെ ഇവിടെ ഒരു സാധനവും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ടൂറിസം എന്ന് പറയുന്നത് നമുക്കിവിടെ ഉള്ള അസറ്റിനെ ഇങ്ങനെ മനുഷ്യർക്ക് പരിചയപ്പെടുത്തുന്നതാണ്. പിന്നെ ബാക്കിയുള്ള കുറേ പ്രൈമറി സെക്ടറിലെ കുറച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, കുറച്ച് ഫുഡ് ബേസ്ഡ് കുറേ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കയറ്റുമതി നമുക്ക് ഇപ്പോൾ അത്രയും മതിയോ? ഇവിടുന്ന് എത്ര സാധനങ്ങൾ പുറത്തേക്ക് ഇതിലേക്ക് കൂടുതൽ പൊട്ടൻഷ്യലായിട്ട് ഉണ്ടാകാൻ പറ്റും, കൊണ്ടുപോകാൻ പറ്റും. തമിഴ്നാട് അതിൻ്റെ ഉദാഹരണമാണ്, കർണാടക അതിൻ്റെ ഉദാഹരണമാണ്, ഗുജറാത്ത് ഉദാഹരണമാണ്, മഹാരാഷ്ട്ര ഉദാഹരണമാണ്. അപ്പോൾ തമിഴ്നാടിന് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിന് പറ്റുന്നില്ല എന്നുള്ളത് ഈ ഒരു മോഡേൺ അല്ലാത്ത, ഇപ്പോഴത്തെ കാലത്തിന് അനുയോജ്യമല്ലാത്ത, നമ്മളുടെ എല്ലാ മനുഷ്യരെയും ഒരു ഉയർന്ന ജീവിത നിലവാരത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ചിന്തകൾ ഇന്നും കേരളത്തിൻ്റെ ജനമനസ്സുകളിൽ എത്തിക്കാൻ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം തുനിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അതിദാരിദ്ര്യം ഇന്നും കേരളത്തിലുള്ളത്. ചിന്തിക്കുക, ഇനിയും നമുക്ക് അതിദാരിദ്ര്യം വേണോ?